ഹാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഹാക്കായിട്ട് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീടുകളിലുള്ള ഇതുപോലെയുള്ള AC യൂണിറ്റിൻ്റെ എയർ ഫിൽറ്റർ ഇല്ലേ, ഇതുപോലെയുള്ള എയർ ഫിൽറ്റർ നെറ്റിൻ്റെ ക്ലീനിങ് ആണ്. അപ്പോൾ ഇത് നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ വീട്ടിലെ AC-യുടെ ഈ ഒരു ഫിൽറ്റർ നെറ്റ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളൊരു ടിപ്പാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ആ ഒരു ടെസ്റ്റ് ക്യാപ്ചർ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ നമ്മുടെ ബാത്റൂംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് പമ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് നല്ല രീതിയിൽ ഫോഴ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റ് ക്ലീനായിട്ട് തന്നെ അത് കിട്ടുന്നതാണ്. നമുക്കൊന്ന് ബ്രഷ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് തന്നെ ആ ഒരു ഹാൻഡ് പമ്പ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ശ്രദ്ധിക്കാനായിട്ടുള്ളത് നമ്മുടെ ടെസ്റ്റ് ക്യാപ്ചർ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്ന് വേണം നമ്മൾ വാട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഹാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് സർഫസ് ക്ലീനിങ് ആണ്. ശരിക്കും ഇതൊരു ഹാക്കല്ല, ഇതൊരു ഡെയിലി ഹാബിറ്റാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ആ ഒരു ഡെയിലി ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ മോപ്പിങ്ങും ഡസ്റ്റിങ്ങും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ബെഡ് ഏരിയ, അതുപോലെ ടേബിൾ ടോപ്പ് ഏരിയാസ്, ഇതുപോലെയുള്ള ഏരിയാസൊക്കെ, അതുപോലെ കിച്ചണിലൊക്കെ ആണെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ ആ ഒരു ഏരിയ, അങ്ങനെയുള്ള ഏരിയാസൊക്കെ ഒന്ന് സർഫസ് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആക്കിയിട്ട് തിങ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസ്ഡ് ലുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ടയർഡായിട്ടുള്ള ടൈമിലും അതുപോലെ വയ്യാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ സർഫസ് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ഏരിയാസ് എങ്കിലും ഒന്ന് നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സീറ്റിംഗ് ഏരിയാസും അതുപോലെ തന്നെ ബെഡ് ഏരിയാസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ട് ഓർഗനൈസ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെയ്താലുള്ള സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്മോൾ സ്പേസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സ്പേസിന് ഒരു വൈഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓർഗനൈസ്ഡ് വയ്ക്കുന്ന സർഫേസ് ഏരിയാസൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മുടെ തേർഡ് ഹാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ഡെയിലി സർഫസ് ഏരിയാസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ, ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ബെഡ് ഏരിയാസ്, അതുപോലെ സീറ്റിംഗ് ഏരിയാസ്, സോഫാസ്, പില്ലോ കവേഴ്സ്, അതുപോലെ നമ്മൾ ഡ്രസ്സ് പോലും നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഡ്രസ്സിലൊക്കെ ഒരു ലിൻറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ക്ലോത്തിൻ്റെതായിട്ടുള്ള ലിൻറ്റ് ഉണ്ടാവും. അതുപോലെ ബെഡ് ഏരിയാസൊക്കെ ആണെങ്കിൽ ടൈനി ഹെയർസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോഫാസൊക്കെ ആണെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ ചെറിയ സ്മോൾ ടൈനി പാർട്ടിക്കിൾസ്, ഫുഡ് പാർട്ടിക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഇങ്ങനെയുള്ള ലിൻറ്റ് റോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലിൻറ്റ് റോളർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് വർക്കൊക്കെ വളരെയധികം ഈസിയാക്കുന്നൊരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ്. ഇനി ഇങ്ങനെയുള്ള റോളറൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഒരു ബ്രഷ്, നമ്മൾ സാധാരണ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഹാൻഡിലൊക്കെ ഉള്ള ഒരു ചെറിയ ബ്രഷ് ഉണ്ടാവില്ലേ, ആ ഒരു ബ്രഷ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബിഫോർ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു ഹാർഡായിട്ടുള്ളൊരു ബ്രഷ് കീപ്പ് ചെയ്യലുണ്ടായിരുന്നു നമ്മുടെ ബെഡ് ഏരിയാസ്, അതുപോലെ സീറ്റിംഗ് ഏരിയാസിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലിൻറ്റ് റോളറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്.
ലാസ്റ്റ് ഹാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ റൂം ഫ്രഷ്നറൊക്കെ എങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ റൂം ഫ്രഷ്നർ സാധാരണ എയറിൽ സ്പ്രേ ചെയ്യുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഡെക്കർ പീസിൽ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ സൈഡിൽ, പില്ലോസിൽ, കർട്ടൺസിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് നേരം ആ ഒരു സ്മെല്ല് റൂമിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഏരിയാസ്, സ്റ്റൗയുടെ ടോപ്പ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഞാൻ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ടോപ്പാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഡ്രൈ ക്ലോത്ത് വെച്ചിട്ട് ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള DIY ആയിട്ടുള്ള സൊല്യൂഷനാണ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്റ്റൗ ഏരിയാസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രീസി എഫക്റ്റൊക്കെ കളഞ്ഞിട്ട് ഇൻസെക്ട് ഫ്രീ ഒക്കെ ആക്കിയിട്ട് ഒരു ഷൈനി ലുക്ക് കൊടുക്കുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സൊല്യൂഷൻ ഇതുപോലെയുള്ള സ്പ്രേ കൂടെ കളിച്ച് നമ്മൾ 1 കപ്പ് വിനെഗർ അതുപോലെ 1 കപ്പ് വാട്ടറാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് തീർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫുൾ സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ അങ്ങനെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രേ വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് ഡെയിലി ബേസിസിലെ ക്ലീനിങ്ങിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള അതുപോലെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പ് കൂടിയിട്ടാണ് ഈ ഒരു DIY സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റൗ ടോപ്പ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി വന്നിട്ട് ഇതിൻ്റെ റിങ് നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ക്രബ് ചെയ്തിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എന്നിട്ട് അതിലേക്ക് വിനെഗറും കൂടെ ഒഴിച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലുള്ള സ്റ്റെയിന് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഹാക്കായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, ഫുഡ് കണ്ടെയ്നേഴ്സൊക്കെ ക്ലീൻ ചെയ്യൽ, ഒരു ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇഗ്നോർ ആക്കാണ്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഐറ്റംസൊക്കെ എംപ്റ്റി ആവാനുള്ള ആ ഒരു ടൈമിൽ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം കണ്ടെയ്നേഴ്സും കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് കുറച്ച് ഹൗസ് ഹോൾഡ് ഹാക്സ് ആണ്. നമുക്ക് നമ്മുടെ വീടും അതുപോലെ വീട്ടു ജോലികളൊക്കെ എളുപ്പമാക്കാനും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.